ഹലോ, ഇതുകൂടെ നിർത്താൻ ഒന്നാമത് മാറ്റണം. ഞങ്ങളുടെ ബാങ്കിന് നിങ്ങളോട് സഹതാപമുണ്ട്, പ്രത്യേകിച്ചും നിങ്ങളുടെ ഭർത്താവിന്റെ മരണത്തിൽ. ഇതുവരെ നടപടിയെടുക്കാഞ്ഞത് അതുകൊണ്ടാണ്. അതിനുശേഷം 1 കൊല്ലം കഴിഞ്ഞില്ലേ, ഇൻട്രസ്റ്റ് അടക്കം 49 ലക്ഷം രൂപ ബാങ്കിലേക്ക് അടയ്ക്കാനുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ അവധി തരണം. തൽക്കാലം പലിശയെങ്കിലും തിരിച്ചടയ്ക്കൂ, ഇല്ലെങ്കിൽ വി കാൻ ഹെൽപ്പ് ഇറ്റ്. മറ്റൊന്നും തോന്നരുത്. എന്നാ ഞങ്ങൾ വരട്ടെ. ബാങ്കുകാർ ഇനി അവധി തരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആൻഡ്രൂ മുതലാളിയെ കാണാം. വേറെ വഴിയൊന്നുമില്ല. അപ്പം മോഹിച്ചല്ല, ഒരു സ്ഥാപനം നശിക്കരുതെന്ന് കരുതി മാത്രം ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്നാൽ എന്റെ പണം മുടക്കി നിങ്ങളുടെ കടം വീട്ടുമ്പോ എനിക്കൊരു വീട് വേണ്ടേ? പണയപ്പെടുത്താൻ ഈ വീടും മില്ലും അല്ലാതെ. പണയം വേണ്ട. എന്റെ കടം വീട്ടുന്നത് വരെ നിങ്ങളുടെ മില്ല് ഞാൻ നടത്തിക്കൊള്ളാം. 4-5 കൊല്ലത്തേക്ക് മതി ലീസിന്. അത് മിസ്റ്റർ ഷെനായിയോടൊന്ന് അന്വേഷിക്കണം. രാധ എന്തറിഞ്ഞായി പറയുന്നത്? ഒരു സ്ഥാപനം ലീസിന് കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പ്രയാസാവും. അപ്പൊ ബാങ്കിലെ കടം? ഓർഡർ പ്രകാരം പുറമേക്ക് തുണി അയക്കാൻ വിജയൻ ലോക്കൽ ക്രെഡിറ്റ് എടുത്തതാണ്. ആ തുക മുഴുവൻ കണ്ണൂരും കോയമ്പത്തൂരുള്ള ചില മില്ലുകൾക്ക് അഡ്വാൻസ് ആയിട്ട് എനിക്കറിയാം. അതിന്റെ രേഖകളാണ് കാണാനില്ലാത്തത്. നിങ്ങൾ തിരക്കിയോ? പക്ഷെ കിട്ടിയില്ല. തൽക്കാലം ബാങ്കുകാരെ ഞാൻ പറഞ്ഞു നിർത്താം. അതിനിടയ്ക്ക് ഈ ഫയൽ കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു. സത്യനെ കുറിച്ച് രാധയുടെ അഭിപ്രായം എന്തായിരുന്നാലും ഈ മില്ല് നടത്താൻ അയാൾക്കറിയില്ല. കഴിവുള്ള ഒരാളെ നിയമിക്കണം മാനേജരായിട്ട്. പലവട്ടം മിസ്റ്റർ ഷെനായി ഒരാളെ അയച്ചുതരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അയാൾ കൂട്ടാക്കുന്നില്ല. ഇനി ഞാൻ തന്നെ പോകാം. എവിടെ?